ശരിക്കും ബ്രിട്ടീഷുകാർ ഒരു 5 കൊല്ലം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ പാലങ്ങളും റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പൂർത്തീകരിക്കാത്ത പദ്ധതി കൂടി പൂർത്തീകരിച്ചു പോയേനെ. പഴയ നാട്ടുരാജാക്കന്മാരും പഴയ ആളുകളൊക്കെ ഒരു സാങ്കേതിക വിദ്യ ഇല്ലാതെ തന്നെ 10,000-കണക്കിന് ആളുകൾ ടണ്ണ് കണക്കിന് കല്ലൊക്കെ വെച്ചിട്ട് പല കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ തലമുറ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? നശിപ്പിക്കല്ലാതെ. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഇവിടുത്തെ കുറേ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ എടുത്തു പോയെങ്കിലും അവരുടെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടാണ് പോയത്. കുറേ പാലങ്ങൾ, റോഡുകൾ ഒക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുത്തതൊക്കെ ബ്രിട്ടീഷുകാരാണ്. അതൊക്കെ ഒരു ഡെവലപ്മെന്റ് ആണ്. അവർ ഒരു 10 കൊല്ലം കൂടി ഉണ്ടായിരുന്ന ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വികസനമൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട്ടിലെ അമ്പലവയൽ ടൗണൊക്കെ ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്ത അതിന്റെ ഒരു പ്രത്യേകത കണ്ടുണ്ട്. അവർ ഒരു 100-200 വർഷം മുന്നിൽ കണ്ടിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അവിടെ നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ടൗണിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അത്രയേറെ വൈഡാക്കി വിട്ടിട്ടാണ് അവർ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും അത് അവരുടെ ഒരു ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. അവർക്ക് വർഷങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കാഴ്ചപ്പാടുണ്ട്. നമുക്കതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.